സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സെബലൂണിൻ്റെയും നഫ്താലിയുടെയും പ്രദേശങ്ങൾ, വിദേശീയതയും വിജാതീയതയും കടന്നുകയറിയ ഗലീലിയ, അവിടെയാണ് തൻ്റെ ഉദയശോഭയോടെ നാഥൻ വിടർന്നു വന്നത്. ഇന്ന് ഏഷ്യ 9 പൂർത്തീകരണമെന്നോണം മത്തായി 4:12 മുതൽ കുറിക്കുകയാണ്. പ്രവാസത്തിൻ്റെ ഏറ്റവും ഘനമാർന്ന ഭീകരത പേറിയവരും നെഞ്ചുലഞ്ഞവരും പതിതരുമാണ് സെബ്രോണും നഫ്താലിയും. 1 രാജാക്കന്മാർ 17:1-6 വരെ. ആ വേദനയുടെയും തകർച്ചയുടെയും പരിസരം അങ്ങനെ ദൈവാവിഷ്കാരത്തിൻ്റെ ഒരു വേദികയായി മാറുകയാണ്. എ ഡിവൈൻലി ഓർഡർഡ് ലൊക്കാലിറ്റി. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേൾക്കുമ്പോൾ നാഥൻ ഈ ദേശങ്ങളിലേക്കാണ് പിൻവാങ്ങിയത്. ഗലീലി, അവൻ തൻ്റേതാക്കിയ ദേശം, ഗലീലയൻ എന്നാണല്ലോ അവൻ അറിയപ്പെടുന്നത്. ഇത് പിന്തിരിഞ്ഞോട്ടമല്ല, മുന്നോട്ടത്തിൻ്റെ ആക്കമാണ്. ദൈവം മനുഷ്യൻ്റെ സ്ഥലകാലങ്ങളിൽ അമർന്നിറങ്ങുന്നു. സ്ഥലകാലങ്ങളിലെ പരിമിതികൾ നിത്യതയുടെ മേലാപ്പണിയുന്നു. അന്ധകാരം ഇനി ആട്ടിപ്പായിക്കപ്പെടുന്നു, പ്രകാശം ഉദയം ചെയ്യുന്നു. അനറ്റലെയിൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ആ വാക്ക് തന്നെയാണിത്, ഉദയരശ്മിയെ കുറിക്കുന്ന വാക്ക്. ക്രിസ്തുവിൻ്റെ രക്ഷാജ്യോതിസാണിത്. ദൈവം നമ്മെ തൻ്റെ മക്കളായി മാറ്റിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ ക്രിസ്തുവിൻ്റെ അധികാരവും അവകാശവും നമുക്ക് പങ്കുചേർത്ത് തന്നിരിക്കുന്നു. സർവവും അവിടുന്ന് ക്രിസ്തുവിന് അധീനമാക്കിയില്ലേ എന്ന് സങ്കീർത്തനം 2 അതിനെക്കുറിച്ചാണ് പറയുന്നത്. സർവത്തെയും അവിടുന്ന് മനുഷ്യപുത്രൻ്റെ പാദത്തിന് കീഴിലാക്കിയെന്ന് എഫേസ്യർ 1 പറയുന്നത് പോലെ. അതേസമയം ഈ ക്രിസ്തു താതാത്മ്യം, ദൈവമക്കളെന്ന സ്ഥാനം നമ്മെ ക്രിസ്തുവിനെ അടുത്തനുകരിക്കുന്നതിനിടയാക്കണം. അവിടുത്തെ ശ്രവിക്കുന്നതിനും ഇത് നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവാവിഷ്കാരത്തിൻ്റെ വേദിയിലെല്ലാം സ്വർഗത്തിൽ നിന്ന് ഉയരുന്ന ആ സ്വരമുണ്ടല്ലോ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവനെന്ന്. ക്രിസ്തുവിനെ ശ്രവിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ ശ്രവിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ സ്വരത്തിനായി ക്രിസ്തു എങ്ങനെ ചെവി ചായ്ച്ചു, അതുപോലെ തന്നെ വേദനയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും വേദികകളിൽ പോലും ഈ ദൈവസ്വരം കേൾക്കാൻ ക്രിസ്തുവിന് സാധിച്ചത് നമുക്കും വലിയൊരു പാഠമായി മാറണം. നമ്മൾ ക്രിസ്തുവിനെ പോലെയാണ്, ഏകജാതനെ പോലെ. സ്നാപകൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ അതൊരു നെഞ്ചൊലിക്കുന്ന കേൾവിയാണ്. അവൻ ഗലീലയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ന് യോഹന്നാൻ 3:22 മുതൽ മക്കളെന്ന നിലയിൽ നമ്മുടെ സുനിശ്ചിതമായ ഉറപ്പായ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യോഗ്യതകൾ പരിഗണിക്കാതെ തന്നെ ദൈവം എല്ലാം നമുക്കായി ചെയ്തു തന്നു കഴിഞ്ഞു. നിത്യവിശ്വസ്തമാണ് അവിടുത്തെ സ്നേഹം, ഖെസേദ്. ദൈവത്തോട് തിരിച്ചും നമ്മൾ ഈ വിശ്വസ്ത സ്നേഹം കാണിക്കാറുണ്ടോ എന്നതാണ് മക്കളെന്ന നിലയിൽ ഇനി നമ്മൾ വിലയിരുത്തേണ്ട ആ ചോദ്യം. അതുതന്നെയാണ് മക്കളെന്ന നിലയിൽ നമ്മളുടെ മുദ്രയും. നാം അവനിൽ നിലനിൽക്കുമ്പോൾ ഈ സ്നേഹം സജീവമാകുന്നു, ജീവദായകമാകുന്നു. ക്രിസ്തുവിനോടുള്ള ഈ ജീവബന്ധം, ഇത് പരിശുദ്ധാത്മാവ് പകർന്നു തരുന്ന ഒന്നാണ്. കാരണം നമ്മിൽ തിക്ക് നിറച്ച് ചൊരിയപ്പെട്ട സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ എല്ലാ ആത്മാക്കളെയും നമ്മൾ വിവേചിച്ചറിയണം. എല്ലാ സ്നേഹവും എല്ലാ ബോധനവും പരിശുദ്ധാത്മാവിൽ നിന്നല്ല. പരിശുദ്ധാത്മാവ് ക്രിസ്തീയ ജീവിതശൈലിയാണ്.